ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. യാത്രയിലെത്തിയെന്ന അർത്ഥം. ഒറീസ ഉദാഹരണം, ഒറീസ കേരളം പോലെയായിരുന്നു. ബി.ജെ.പിക്ക് 12% വോട്ട്, 14% വോട്ട് ആ ഘട്ടത്തിൽ കുറേ കാലം മുന്നോട്ട് പോയി. അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 20% വോട്ടുള്ള പാർട്ടിയായിട്ട് ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടി മാറി. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒറീസ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒറീസയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതേ ഘട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത് കേരളത്തിൽ 20% വോട്ട് നമുക്കുണ്ട്. അതൊരു 25% വോട്ടായിട്ട് ഇത്തവണ നമുക്ക് വർദ്ധിപ്പിക്കാൻ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മൾ ഭരിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 18 വാർഡിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയടത്ത്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജു കാട്ടുമുറ്റം, ജില്ലാ സെക്രട്ടറി PM ശിവദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി PV ഗോപാലകൃഷ്ണൻ, കല്ലടിക്കോട് കരിമ്പ ഏരിയ പ്രസിഡന്റുമാരായ P ശരത്, ജയപ്രകാശ്, കാളിയോട് വാർഡ് മെമ്പർ ബീന ചന്ദ്രകുമാർ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ കോട്ടപ്പുറം, OR ശിവൻ, KR വിജയൻ എന്നിവർ സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.